വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 8, 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഫരിസേയരുടെ പുളിമാവ്. ശിഷ്യന്മാർ അപ്പമെടുക്കാൻ മറന്നുപോയിരുന്നു. വഞ്ചിയിൽ അവരുടെ പക്കൽ ഒരപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവൻ മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. ഫരിസേയരുടെയും ഹെരോദേസിന്റെയും പുളിപ്പിനെ കുറിച്ച് കരുതലോടെയിരിക്കുവിൻ. അവൻ ഇങ്ങനെ പറഞ്ഞത് തങ്ങളുടെ പക്കൽ അപ്പം ഇല്ലാത്തത് കൊണ്ടാണെന്ന് അവർ പരസ്പരം പറഞ്ഞു. ഇത് മനസ്സിലാക്കിയ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അപ്പമില്ലാത്തതിനെ കുറിച്ച് എന്തിനു തർക്കിക്കുന്നു? ഇനിയും നിങ്ങൾ മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നില്ലേ? നിങ്ങളുടെ ഹൃദയങ്ങൾ മന്ദീഭവിച്ചിരിക്കുന്നുവോ? കണ്ണുകളുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലേ? ചെവിയുണ്ടായിരുന്നിട്ടും നിങ്ങൾ കേൾക്കുന്നില്ലേ? നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? 5 അപ്പം ഞാൻ 5000 പേർക്കായി ഭാഗിച്ചപ്പോൾ ശേഷിച്ച കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട നിറച്ചെടുത്തു? 12 എന്നവർ പറഞ്ഞു. 7 അപ്പം 4000 പേർക്ക് വീതിച്ചപ്പോൾ മിച്ചം വന്ന കഷ്ണങ്ങൾ നിങ്ങൾ എത്ര കുട്ട എടുത്തു? 7 എന്നവർ മറുപടി പറഞ്ഞു. അവൻ ചോദിച്ചു, എന്നിട്ടും നിങ്ങൾ ഗ്രഹിക്കുന്നില്ലേ? ചിന്താതരംഗ ദൈർഘ്യ വ്യത്യാസം വരുത്തിവയ്ക്കുന്ന ധാരണാപിശക്. യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള വേവ്‌ലെങ്തുകളുടെ പൊരുത്തക്കേട് മൂലം ഉണ്ടായ ഒരു സംഭവത്തിന്റെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷം. യഹൂദ സമുദായത്തിലെ മേൽത്തട്ടുകാരെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു വിഭാഗമാണ് ഫരിസേയർ. ഈ ഫരിസേയരുടെ സ്വഭാവങ്ങളും ജീവിത രീതികളും യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള യേശു അവരുടെ കുതന്ത്രങ്ങളും കുൽസിത തന്ത്രങ്ങളും യഥാർത്ഥത്തിൽ വിലയിരുത്തി മനസ്സിലാക്കിയിട്ടുള്ള യേശു ശിഷ്യന്മാരോടായിട്ട് പറയുകയാണ്, തോണിയിൽ കയറി യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ, മക്കളെ, നിങ്ങൾ ഫരീസയരുടെ പുളിമാവിൽ നിന്ന് അകന്നിരിക്കാൻ സൂക്ഷിക്കുവിൻ എന്ന് യേശു ശിഷ്യന്മാരോടായിട്ട് പറഞ്ഞപ്പോ യേശു ഉദ്ദേശിച്ചത് ഫരീസയരുടെ കുൽസിത തന്ത്രങ്ങളും കുതന്ത്രമാർഗങ്ങളും മനസ്സിലാക്കി അതിൽ നിന്ന് വിമുക്തരാകാൻ നിങ്ങൾക്ക് വേണ്ട ജാഗരൂകത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നതാണ്. പക്ഷെ യേശു ഫരീസയരുടെ പുളിമാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ എന്ന് പറഞ്ഞപ്പോ യേശു ഉദ്ദേശിച്ചു കാണുക എന്ന് വിചാരിച്ച് ശിഷ്യന്മാര് മനസ്സിലാക്കിയത് അവർ ആ യാത്രയ്ക്ക് ആവശ്യമുള്ള ഭക്ഷണ സാധനങ്ങൾ കരുതാൻ മറന്നിരുന്നു. ഇത് യേശു യഥാർത്ഥത്തിൽ മനസ്സിലാക്കി അവരെ കുറ്റപ്പെടുത്തുകയാണ് എന്നാണ് അവർ മനസ്സിലാക്കിയത്. വസ്തുതകൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് യേശു അവരുടെ ധാരണാപിശക് തിരുത്തുകയാണ്. യേശു ശിഷ്യന്മാരോടായിട്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ ഭക്ഷണം യഥാർത്ഥത്തിൽ കരുതിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ ഇടവന്നത്? നിങ്ങൾ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കാൻ, യുക്തിഭദ്രമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവരായിരുന്നു എന്ന് വരികിൽ എത്രയോ തവണ ഭക്ഷണം വർദ്ധിപ്പിച്ച് ഞാൻ ജനങ്ങളെ തീറ്റിപ്പോറ്റിയതിന് നിങ്ങൾ തന്നെയല്ലേ സാക്ഷികള്? നിങ്ങൾക്ക് അങ്ങനെ മറവി സംഭവിച്ച് ഭക്ഷണം കരുതിയില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, മറിച്ച് ഇങ്ങനെ സമുദായത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടാൻ ഇടവരുന്ന ചില കുതന്ത്രങ്ങളുടെ കെണിയിൽ നിങ്ങൾ പെടാതിരിക്കാനുള്ള ബുദ്ധിപൂർവ്വത നിങ്ങൾക്കുണ്ടാകണം എന്നുള്ളതായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ യാഥാർത്ഥ്യം ശിഷ്യന്മാർ മനസ്സിലാക്കിയപ്പോഴാണ് അവർക്ക് പറ്റിയ അബദ്ധം മനസ്സിലാകുന്നത്. ഇത്തരം അബദ്ധങ്ങള് നമ്മുടെ ഇടയിലും ഇന്നും തുടർന്നു കൊണ്ടുപോകാം. വ്യക്തികൾ തമ്മിൽ പരസ്പരം അറിയുന്നതിനും അടുക്കുന്നതിനും ഇടവരണം എന്ന് വരികിൽ വ്യക്തികൾ തമ്മിലുള്ള വേവ്‌ലെങ്ത് മനസ്സിലാക്കണം. ആദ്യം അവരുടെ ചിന്താ തരംഗ ദൈർഘ്യം ആദ്യം മനസ്സിലാക്കണം. ആ മനസ്സിലാക്കി വരുമ്പോഴേ പറയുന്നതിന്റെ അർത്ഥം ഗ്രഹിക്കാനാകൂ എന്ന യാഥാർത്ഥ്യം ഗ്രഹിച്ചെടുത്ത് വ്യക്തികളെ മനസ്സിലാക്കുന്ന ആ ശ്രമത്തിൽ വ്യാപൃതരാകേണ്ടതാണ് നാം എന്ന ഒരു സന്ദേശം ഇന്നത്തെ സുവിശേഷം നമുക്ക് നൽകുന്നതായിട്ട് നമുക്ക് ധരിക്കാം.